ഒരു വീട്ടിലെ അച്ഛൻ മരിച്ചതിനുശേഷം ആ വീട്ടിലെ അമ്മ കരഞ്ഞ് തളർന്നു കിടക്കുകയായിരുന്നു. ആ മരണവീട്ടിലേക്ക് അടുത്തുള്ള ഒരു വീട്ടുകാർ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അതിലെ ഒരു ഉണ്ണിയപ്പം നാശമായതായിരുന്നു. അത് കണ്ട് മരണവീട്ടിലെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഉണ്ണിയപ്പത്തെപ്പറ്റി കളിയാക്കി സംസാരിച്ചു. ഇതൊന്നും അറിയാതെ ആ വീട്ടിലെ അമ്മയുടെ വേദന മാറ്റാൻ വേണ്ടി നമ്മുടെ ഉണ്ണിക്കണ്ണൻ വന്നപ്പോൾ അന്നേരം ആ വീട്ടിലെ ബന്ധുക്കൾ ഈ ഉണ്ണിയപ്പത്തിനെക്കുറിച്ച് കളിയാക്കി വീണ്ടും സംസാരിക്കുകയായിരുന്നു. അത് കേട്ട ഉണ്ണിക്കണ്ണന് വേദന തോന്നിയ നിമിഷത്തിൽ ഈ സംഭവം ശിവഭഗവാനെ അറിയിച്ച് ഉണ്ണിഗണപതിയെ വിളിപ്പിച്ചു. ഉടനെ ഗണപതികുട്ടനും ഓടിയെത്തി. ഗണപതി അവിടെയുണ്ടായിരുന്ന നാശമായ ഉണ്ണിയപ്പം കഴിച്ചു. ഇത് കണ്ട് ഉണ്ണിക്കണ്ണൻ പൊട്ടിച്ചിരിച്ചു. ഇതെല്ലാം തൃക്കണ്ണുകൊണ്ട് ഭഗവാനും കണ്ടു. ഭഗവാനും ഇത് കണ്ട് പുഞ്ചിരിച്ചുപോയി. ആ പുഞ്ചിരി കണ്ട് പാർവതി കാര്യം ആരാഞ്ഞു. ഇത് കേട്ട് ദേവിയും ചിരിച്ചുപോയി. അന്ന് രാത്രി ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരിലെ ഒരു മേൽശാന്തിക്ക് ഉണ്ണിയപ്പം നേദിക്കാൻ സ്വപ്നദർശനം നൽകി. ഗണപതിക്കുട്ടൻ നാശമായ ഉണ്ണിയപ്പം കഴിച്ച ഈ ദിനത്തിന്റെ അന്നു മുതലാണ് ഗുരുവായൂരിലെ ക്ഷേത്രനടയിൽ ഉണ്ണിയപ്പം വഴിപാട് വന്നത്. കണ്ണൻ നമോ നമഃ.